ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ യാത്രയിൽ നമ്മളൊരാൾ കൊല്ലാൻ വേണ്ടി വന്ന് ഞാൻ ഏകദേശം 2 വർഷമായിട്ട് യാത്ര ചെയ്യണത്. ആ ഒരു സമയത്തും നമുക്ക് ഇതേപോലെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല കേട്ടോ. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. എന്താ സംഭവം എന്ന് ഇപ്പോഴും എനിക്ക് വലിയ പിടുത്തമില്ല കേട്ടോ. കാരണം നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രണ്ടുപേര് വന്ന് അതിലൊരാൾ നല്ല രീതിയിൽ നമ്മൾ സംസാരിച്ച് മറ്റേ ആൾ വന്ന് കീറി നശിപ്പിക്കാൻ നോക്കി നമ്മുടെ സാധനങ്ങൾ. അപ്പോൾ ഞാൻ അതിന് ചോദിച്ചു, നിങ്ങൾ എന്താണ് പെർമിഷൻ ഇല്ലാണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ മറ്റേ ആൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് നിന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പുള്ളി നമ്മളെ വെട്ടാൻ വേണ്ടി വന്നേട്ടാ. ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം കുറേ പേര് മതപരമായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മതപരമായിട്ട് എന്തെങ്കിലും തോന്നണുണ്ടോ? ഞാനോ അല്ലെങ്കിൽ പുള്ളിയോ മതപരമായിട്ടൊന്നും പറയണമില്ല. അതുപോലെ തന്നെ കുറേ പേര് നീ ഏതെങ്കിലും പെണ്ണിനെ കയറി പിടിച്ചിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും. ഞാൻ അങ്ങനെ ഒരു പരിപാടിക്കും ഇതുവരെയും പോയിട്ടുമില്ല, ഇനി അങ്ങനെ ചെയ്യേയില്ല. കാരണം ഞാൻ ഏകദേശം 2 വർഷമായിട്ട് യാത്ര ചെയ്തിട്ടും നമുക്ക് പല വീടുകളിലും നമുക്ക് താമസിക്കാനുള്ള സൗകര്യവും ഭക്ഷണവും പലരും നമ്മളെ അവരുടെ വീട്ടിലെ അംഗത്തിനെ പോലെ അല്ലെങ്കിൽ മക്കളെ പോലെ, ചേട്ടനെ പോലെ, അനിയനെ പോലെ, അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥാനം തന്ന ആൾക്കാരുണ്ട്. പലരും നമുക്ക് വീട് വരെ തന്നിട്ടുണ്ട്. അതായത് പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞ് വീട് നോക്കിയോ, ഞങ്ങൾ നാളെ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് താക്കോൽ തന്നിട്ട് പോയ ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ അത്രയും നമ്മൾ ഒരുപാട് വിശ്വാസത്തോടെയാണ് നമ്മൾ ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ ഏകദേശം ഒരു വർഷത്തിന് മേലെയാട്ടെ നോർത്ത് ഈസ്റ്റിൽ ഇതുവരെയും ഇങ്ങനെ മനോഹരമായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം നമ്മുടെ നാടും ഇവിടെയും വെച്ച് നോക്കുമ്പോൾ ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപരമായിട്ടുണ്ടായ പ്രശ്നങ്ങളാണിത്. അപ്പോൾ അവർക്ക് ഞാനിങ്ങനെ വന്നപ്പോൾ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളാണോ, അല്ലെങ്കിൽ അവർ വിചാരിച്ച് പുറത്തു നിന്നുള്ള ആൾക്കാർ വന്നിട്ട് അവരുടെ നാട്ടിൽ കൂടി അവിടെ വീടൊക്കെ വെച്ച് താമസിക്കാൻ വേണ്ടി വന്നതെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. പിന്നെ അതുപോലെ അദ്ദേഹം നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് നിങ്ങൾ അറിയാണ്ട് ഈ മതവൽക്കരിക്കണമെന്ന് ഞാൻ ആലോചിക്കണം. കാരണം കേരളത്തിൽ മാത്രമേ ഇതേപോലെ മതത്തിൻ്റെ വലിയ പ്രശ്നങ്ങൾ ഇല്ലാണ്ട് പോകുന്നത്. ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റിലും ഞാൻ ഈ ഒരു മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. നിങ്ങൾ വെറുതെ ഒന്നും അറിയാണ്ട് ഇങ്ങനെ മതപരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചർച്ച ചെയ്യല്ലേ ഈ ഒരു വീഡിയോയിൽ.